പുസ്തക വിവാദം ഗൂഢാലോചനയെന്ന് ഇ പി ജയരാജൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി നിലപാട് വിശദീകരിച്ചു. സൈഫ് സെങ്ലാദ്ദീൻ ചേരുന്നു. സൈഫ്, എങ്ങനെ പുരോഗമിക്കുന്നു സെക്രട്ടേറിയറ്റ്? ഇ പി എന്താണ് വിഷയത്തിൽ സെക്രട്ടേറിയറ്റിൽ അറിയിച്ചിരിക്കുന്നത്? ധന്യ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയം മുമ്പ് അവസാനിച്ചിട്ടുണ്ട്. ഇ പി ജയരാജൻ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ തനിക്ക് പറയേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പുസ്തകം തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ, തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം രാവിലെ പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അങ്ങനെ ഒരു പുസ്തകം താൻ എഴുതിയിട്ടില്ല. താൻ ആത്മകഥ എഴുതുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് നിലവിലുള്ളത്. അതിന് സഹായിക്കുന്നത് ദേശാമാനിയിലെ ഒരു ലേഖകൻ ആണ്. അതിൻ്റെ മറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കരാർ ആരെങ്കിലുമായി താൻ ഒപ്പുവെച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ അത് പുറത്തു വന്നത് തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ്, അതിനകത്ത് എന്താണ് മറുപടി പറഞ്ഞത് എന്നടക്കമുള്ള വിശദാംശങ്ങൾ വരും സമയങ്ങളിൽ പുറത്തു വരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് എല്ലാ നേതാക്കന്മാരും പുറത്തേക്ക് എത്തിയിട്ടില്ല. വരും സമയങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടക്കാനുള്ള സാധ്യത കുറവാണ്. പാർട്ടി നേതൃത്വം നിലവിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ കടക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഏതെങ്കിലും തരത്തിൽ ചർച്ചയാവുകയാണെന്നുണ്ടെങ്കിൽ അത് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ ദോഷമായി ബാധിക്കും. അതുകൊണ്ട് നിലവിൽ അങ്ങനെ ഒരു കടുത്ത ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പാർട്ടി നേതൃത്വം വിശദമായ ചർച്ചയിലേക്ക് കടക്കുന്നത്. എന്തായാലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ നേരിട്ടെത്തി വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനൊപ്പം അത് പുറത്തു വന്നതിന് പിന്നിൽ, പോളിംഗ് ദിവസം അത് പുറത്തു വന്നതിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും സമയങ്ങളിൽ പുറത്തു വരും. ധന്യ. ശരി.